ഹലോ ഹായ്. അതെ, ഞാനിന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫ്രൂട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പല ടൈപ്പ് ഫ്രൂട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഫ്രൂട്ട് അപൂർവമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലി ഫ്രൂട്ടാണ്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊന്നും അങ്ങനെ ഇത് അധികം അങ്ങനെ ഇപ്പോൾ കാണാറില്ല. പക്ഷേ ഇതൊരു ഫ്രൂട്ട്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താ സാധനം എന്ന്? ഇത് അമ്പഴങ്ങയൊക്കെ പോലെ ഇരിക്കുമെങ്കിലും ഇത് അമ്പഴങ്ങ അല്ല കേട്ടോ. ഇതാണ് അബിയു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഈ ഫ്രൂട്ട് ഏകദേശം 2 ടൈപ്പിലാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പും മറ്റേതുപോലെ റൗണ്ട് ഷേപ്പും. രണ്ടും ഇപ്പോൾ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഫ്രൂട്ട്സുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഈ അബിയു എന്നൊക്കെ നമ്മൾ ആരും അങ്ങനെ അധികം ടേസ്റ്റൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ വരവ് ഫ്രൂട്ടാണെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും ഈ അബിയു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഈ പഴുത്ത ഒരു പാകമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു അബിയു ആണ്, ആദ്യമായിട്ട് നമ്മൾ പൊട്ടിക്കണത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് കാച്ചു വന്ന കായ്ച്ചപ്പോൾ കുറേ എണ്ണം പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷികളൊന്നും കൊത്താണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനെ കവർ ചെയ്ത് വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കിട്ടിയപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്, എന്തായിരിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമുക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. ഇത് മുറിക്കുമ്പോഴുണ്ടല്ലോ, ഇത് ഫുള്ള് റൗണ്ടായിട്ട് വേണം കേട്ടോ നമുക്ക് മുറിക്കാൻ. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു വലിയൊരു സീഡുണ്ട്. അപ്പോൾ ആ സീഡുമ്മേ മുറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിക്കുമ്പോൾ എല്ലാ വശവും ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. ഫുള്ള് റൗണ്ടാക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട് മക്കളെ തുറന്നപ്പോഴാണ് ഇതൊരു വേറൊരു ടൈപ്പ് ഫ്രൂട്ടാണ്. ഇത് നോക്കി കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു വെള്ള കളറ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. 2-3 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലത് എന്തോ ടേസ്റ്റ് ഒരു ഇതായിട്ടില്ല, ഇനിയിപ്പോൾ അത് മൂക്കാണ്ട് എന്തോന്നും അറിയില്ല. പക്ഷേ എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഈ ഒരേ പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ.